ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചല്ല വണ്ടി നമ്മളേക്ക് പോകും. ഇന്ത്യയിൽ ഏറ്റവും അധികം ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മലയാളികളാണ്. പക്ഷെ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. നിയമപരമായി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കാനാകണം. അങ്ങനെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ളവർ കേരളത്തിലേക്ക് വരും. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലുള്ളവർ കേരളത്തിലേക്ക് വരും. കേരളത്തിൽ ഇതിന്റെ സാധ്യതയുണ്ട്. സാധ്യതയെ എല്ലാ നിയമപരമായ പരിരക്ഷയും നൽകി ഉറപ്പുവരുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അത് കേരളത്തിന്റെ ടൂറിസത്തിനും വലിയ കുതിപ്പിന് കാരണമായി മാറും. വലിയ അനുഭവമാണ്. വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കില്ല. പക്ഷെ അതൊരു വലിയ അനുഭവമാണ്. എല്ലാ നിലയിലും ഒരു അനുഭവം. ഇതിന്റെ ട്രെൻഡിനെ കണ്ടുകൊണ്ടാണ് കേരള ടൂറിസം ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത്. അതിനെല്ലാവരുടെയും പിന്തുണയാണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ കളക്ടർ, MLA, KTILന്റെ ചെയർമാൻ എല്ലാവരും ഇതിലുണ്ട്. ഞങ്ങളൊരു ടീമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചത്. ഈ താടി പിടിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എല്ലാവരും കൂളിംഗ് ക്ലാസ്സിലാണ്. ഓടിക്കാൻ ഞാനിരിക്കും. ഓടിക്കാൻ നിങ്ങളെ ആളല്ലേ? കളക്ടറും കൂടി കയറ്റണം. നോക്കണേ, ഞാൻ പുറകിലിരിക്കാം. പിന്നാലൊന്നും അടിച്ചു വീഴില്ലല്ലോ. വലിയ സാധനം എടുത്തോളിട്ടോ. അടിച്ചു കയറി വാ മക്കളെ. ട്രെൻഡിനെ പ്രോത്സാഹിപ്പിച്ച് പുതിയ തലമുറയ്ക്ക് സാധ്യമാകുന്ന നിലയിൽ നമുക്ക് ഇതിനൊക്കെ മാറ്റിയെടുക്കാം. കേരളത്തിലേക്ക് ആളുകൾ മറ്റ് സ്റ്റേറ്റിൽ നിന്നും മറ്റ് രാജ്യത്തു നിന്നൊക്കെ ഒഴുകി വരണം. അതിനെല്ലാം പുതിയ ട്രെൻഡിനെ താഴോട്ടാണോ മുകളിലേക്കാണോ ഒന്നും പറയാൻ പറ്റില്ല. എയറിലാണ് ഒന്നും പറയാൻ പറ്റില്ല. താഴോട്ടാണോ പോകുന്നത്? ഗംഭീരം. കേറി വാ മോനെ.
ഒരു പുതിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ മലബാർ റിവർ ഫെസ്റ്റിവൽ. സഞ്ചാരികളെ ആകെ ആകർഷിക്കുന്ന നിലയിലേക്ക് അത് മാറി. കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് മറ്റു സ്റ്റേറ്റിൽ നിന്നും മറ്റു രാജ്യത്തു നിന്നൊക്കെ ആള് വരും, വന്നുകൊണ്ടിരിക്കും. ഇനി ടൂറിസം ആണ് നമ്മളെ മെയിൻ. ടൂറിസം ഈസ് ദി ഫ്യൂച്ചർ ഓഫ് കേരള. ഓക്കെ, നിയാസ് കൂടി മുന്നോട്ട് വന്നാൽ നിയാസ് പറഞ്ഞുതരും. ഓക്കെ ഓക്കെ. പോണേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ശ്രദ്ധിച്ചല്ല വണ്ടി നമ്മളായിട്ട് പോകും. ഇന്ത്യയിലെ ഏറ്റവും അധികം ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മലയാളികളാണ്. പക്ഷെ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. നിയമപരമായി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കാനാകണം. അങ്ങനെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ളവർ കേരളത്തിലേക്ക് വരും. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലുള്ളവർ കേരളത്തിലേക്ക് വരും. കേരളത്തിൽ ഇതിന്റെ സാധ്യതയുണ്ട്. സാധ്യതയെ എല്ലാ നിയമപരമായ പരിരക്ഷയും നൽകി ഉറപ്പുവരുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അത് കേരളത്തിന്റെ ടൂറിസത്തിനും വലിയ കുതിപ്പിന് കാരണമായി മാറും. വലിയ അനുഭവമാണ്. വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കില്ല. പക്ഷെ അതൊരു വലിയ അനുഭവമാണ്. എല്ലാ നിലയിലും ഒരു അനുഭവം. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു സർ. ആരും നിർബന്ധിക്കുന്നില്ല, പക്ഷെ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആ